എനിക്കറിയില്ല ഞാൻ നല്ല സിനിമകൾ മാത്രം തിയേറ്ററിൽ പോയി സെലക്ട് ചെയ്ത് കാണുന്നതാണോ, അതോ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയും നല്ല സിനിമകളൊക്കെ ഉണ്ടാവുന്നതാണോ എന്ന്. 2 ദിവസം മുൻപ് ഞാൻ വാഴ 2 ഫിലിം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് കരുതുന്നത്. അടിപൊളി ഫിലിമാണ്. എന്തായാലും ഇത് കാണുന്ന എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫിലിം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കാണണം. അത്രയ്ക്ക് അടിപൊളി സിനിമയാണ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിലെങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീനുകളുണ്ട്. ഇപ്പോൾ ഞാനൊരു ഒരു കഥ പറയാം. എൻ്റെ ലൈഫിൽ എനിക്കൊരു അനിയനുണ്ട്. അവന് ഒരു തലതെറിച്ചൊരു ചേച്ചിയുണ്ട്. അത് ഞാനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങൾ രണ്ടുപേരും പൊരിഞ്ഞ അടിയായിരുന്നു. ശരിയായ കീരിയും പാമ്പുമായിരുന്നു. ഞങ്ങൾ നല്ല രീതിയിലൊന്ന് സംസാരിക്കുകയോ ഒന്ന് നേർക്ക് നേരെ ഒരുമിച്ച് കളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മയിൽ മൊത്തം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര അടിയായിരുന്നു. ചെറുതിൽ അവൻ്റെ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ ഞാനായിരുന്നു വീട്ടിലെ രാജാവ്. ഞാൻ പറയുന്നിടത്ത് അവനെ ചെയ്യിപ്പിക്കും, അത് ചെയ്യിപ്പിക്കും. അങ്ങനെ അത് ചെയ്തില്ലെങ്കിൽ അവനെ നന്നായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. അവൻ്റെ കൈയൊക്കെ നുള്ളി പറിച്ച് മാന്തി തൊലിയൊക്കെ ഇങ്ങനെ പറിച്ച് ഞാൻ എടുക്കുമായിരുന്നു. അപ്പോൾ പിന്നെ രാത്രി ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കിടന്നുറങ്ങുന്നത്, ഞാനും അബിയും അമ്മയും. പക്ഷേ രാത്രിയൊക്കെ ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ കയ്യിൽ ഈ തൊലി പോയതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാവും. രാത്രി മാത്രമേ ഉള്ളൂ കേട്ടോ സങ്കടം. അപ്പോൾ രാത്രി ഈ കാര്യം ആർക്കും അറിയില്ല, അബിക്കും അറിയില്ല, അമ്മയ്ക്കും ആർക്കും വീട്ടിൽ ആർക്കും അറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ അവൻ്റെ കൈയൊക്കെ ഇങ്ങനെ തടവി കൊടുത്ത് നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട് പണ്ട്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടത്. പക്ഷേ കാര്യമൊന്നുമില്ല. പിറ്റേന്ന് രാവിലെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ അടിയായിരിക്കും. നേർക്ക് നേരെ ഒന്ന് ചിരിക്കോ സംസാരിക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവൻ്റെ ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് അവിടെ കയറി വലുതായി. ഞാൻ പിന്നെ ഇങ്ങനെ നോക്കേണ്ടി വന്നു അവനെ. പിന്നെ അവൻ്റെ അടുത്ത് കയ്യാങ്കളി നടക്കൂലെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ പിന്നെ മുഴുവൻ വാക്കുകളും ഉണ്ടായി. ചീത്തവിളി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ പറയുമായിരുന്നു അവൻ എന്നെയും പറയും. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തല്ലും പിടുത്തമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടുണ്ടാവുള്ളൂ ഞങ്ങൾ നല്ല കൂട്ടായിട്ട്. ഇപ്പം നല്ല കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, പണ്ട് നിങ്ങളിങ്ങനെ അടിയാവുമ്പോൾ ഞാൻ എന്നും രാത്രി ഉറങ്ങാണ്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്താ ദൈവം ഈ പിള്ളേർ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ ആ ഫിലിം കണ്ട് ഇറങ്ങി പിന്നെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അടിപൊളി പിള്ളേരാണ്. പക്ഷേ പണ്ട് മുതലേ കുടുംബക്കാരുടെ മുന്നിലായിക്കോട്ടെ നാട്ടുകാരുടെ മുന്നിലായിക്കോട്ടെ അമ്മു അബിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല പിള്ളേർ എന്നുള്ള ഒരു ഇതായിരുന്നു നമുക്ക്. പക്ഷെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് നമ്മളെന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അത്രയും അടിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എന്തായാലും സിബ്ലിങ്സ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത്രയും ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. കാരണം ഞങ്ങൾ അത്രയ്ക്കും കച്ചറയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം എൻ്റെ മാമനായാലും ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒരമ്മയുടെ മക്കളെന്നല്ലേ പിള്ളേരെ, നിങ്ങൾ രണ്ടുപേരും ഒരു വയറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞല്ലേ എന്നൊക്കെ പറയായിരുന്നു. അത്രയ്ക്കും മോശമായ രീതിയിലായിരുന്നു ഞങ്ങൾ വഴക്കിട്ടുണ്ടിരുന്നത്. അപ്പോൾ ഈ ഫിലിമിലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് ആ ഒരു കാര്യമാണ്. വിനായകൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ സഹോദരൻ പറയുന്നുണ്ട് ഹാഷിറിനോട്, ഓരോ പ്രായത്തിലും ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ചായിരുന്നു ഞങ്ങൾ വഴക്ക്. പിന്നെ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിയായേക്കല്ലേടാ എന്ന് ഹാഷിറിനോട് പറയുന്നത്. അതുപോലെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഓരോ പ്രായത്തിലും ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ചായിരുന്നു ഞങ്ങൾക്ക് ഇടയിലുള്ള വഴക്ക്, വാശിയും ദേഷ്യവും ഒക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഫിലിം പോയി കാണണം. ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ലിറ്ററലി സ്പീക്കിംഗ് ലാസ്റ്റ് പപ്പട സീനൊന്നും ഇല്ലായിരുന്നെങ്കിൽ കരഞ്ഞ് പണ്ടാരമായി പോയേനെ. എന്നിട്ടും എനിക്കിങ്ങനെ കരച്ച് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും നല്ല ഫിലിമാണ്.